കൊല്ലം പുനലൂരിലെ കൊലപാതകം പുറത്തുവന്നതിന് പിന്നാലെയാണ് ആളുകേറാമലയെപ്പറ്റി കൂടുതൽ ചർച്ചകൾ ഉയർന്നത്. ചങ്ങലയിൽ കെട്ടിയ നിലയിലാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഏപ്രിൽ മൃതദേഹം കണ്ടെടുത്തത്. കൊലപാതകം നടന്ന പ്രദേശം തന്നെയാണ് പോലീസിനും വെല്ലുവിളി ഉയർത്തിയത്. കേസിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. കൊല്ലം പുനലൂർ പിറവന്തൂർ പഞ്ചായത്തിലെ പലരും അമ്പരന്നു. കൊലപാതകമോ അവിടെയോ? ഉയരത്തിൽ നിൽക്കുന്ന 1.5 ഏക്കറിലധികം വരുന്ന റബ്ബർ തോട്ടത്തെ പറ്റി ഈ ഗേറ്റിനപ്പുറം മറ്റാർക്കും അറിവില്ലായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 23-ന് ശേഷം ആ സ്ഥലത്തെപ്പറ്റി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. മുക്കടവ് പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആളുകേറാമലയിലേക്ക് കാട്ടുകാന്താരി തേടിയെത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ആ കാഴ്ച കണ്ടത്. ചങ്ങലയിൽ ബന്ധിച്ച കത്തിക്കരിഞ്ഞ മൃതശരീരം. ആളുകേറാമലയെന്നാണ് ഈ പ്രദേശത്തെ പുനലൂരുള്ളവർ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും ഉയരത്തിലുള്ള പ്രദേശത്തേക്ക് ഇടത്തേക്കാലിന് സ്വാധീനമില്ലാത്ത ഒരാളെയും കൊണ്ട് മറ്റൊരാൾക്ക് കയറാൻ കഴിയുമോ? ഒരാൾ മാത്രമാണോ ഇവിടെ ഉണ്ടായിരുന്നത്? അതോ ഈ കുറ്റകൃത്യം നടത്തിയത് ഒരു സംഘമാണോ? പല സംശയങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ഈ കാണുന്ന റബ്ബർ മരത്തിലായിരുന്നു 10 ദിവസം പഴക്കമുള്ള മൃതശരീരം കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ പോലീസും സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്ന് ഏറ്റവും സുപ്രധാനമായ വിവരമുണ്ടായിരുന്നു. അയാൾക്ക് ഇടത്തേക്കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു. ഒപ്പം വാരിയലിനേറ്റ കുത്താണ് മരണത്തിന് കാരണമായത്. മൃതദേഹത്തിനടുത്തു നിന്നും കന്നാസ്, കത്രിക, ബാഗ് എന്നിവ കണ്ടെടുത്തിരുന്നു. ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശമായതിനാൽ പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെയായി. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യമാണ് പോലീസ് പ്രധാന തെളിവായി പരിഗണിച്ചത്. സംശയം തോന്നിയ ഒരാളുടെ ചിത്രം ഉൾപ്പെടുത്തി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പ്രതി എന്ന് സംശയിക്കുന്ന ആളെ പിടികൂടാനും പോലീസിനായില്ല. കേട്ടുകേഴ്വിയില്ലാത്തൊരു കൊലപാതകമാണ് നമ്മുടെ ഈ ആളുകേറാമലയിൽ നടന്നത്. ചങ്ങലയിട്ട് പൂട്ടി ഒരു മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിന് പല സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കേസ് തെളിയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല സംശയങ്ങൾ ആളുടെയിലുണ്ട്. ഇതിനെ കാര്യമായി അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും മറ്റുള്ള ഈ പ്രദേശത്തുള്ള ആളുടെയൊക്കെ പരാതി. മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ഒരാളെ കാണാതായി എന്ന് ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി ലഭിച്ചിട്ടില്ല. DNA പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം നീട്ടിയെങ്കിലും കാര്യമുണ്ടായില്ല. കൊല്ലപ്പെട്ടതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആരും വന്നുപോയതിന് തെളിവില്ല. CCTV ക്യാമറകളുടെ സാന്നിധ്യവുമില്ല. ആളുകേറാമല പോലീസിന് ബാലികേറാമലയായി തുടരുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.